അഖിൽ എനിക്ക് ഡിവോഴ്സ് തന്നതിന് കാരണക്കാരി നന്ദിനിയാ. അവളെ കണ്ട് മയങ്ങിയത് കൊണ്ടാ അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞത്. മയങ്ങിയെന്നോ? നീ എന്തായി പറയുന്നേ? മറ്റൊരുത്തനെ കണ്ടപ്പോ മയങ്ങിയത് നീയാ. നിന്റെ ജീവിതം കൊണ്ടുപോയി കളഞ്ഞത് നീ തന്നെയാ കാർത്തിക. നിനക്ക് നീ തന്നെയാണ് ശത്രു. നന്ദിനി ആ വീട്ടിൽ വരാതിരുന്നെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താകില്ലായിരുന്നു. നന്ദിനി വരാനായിട്ടുള്ള കാരണം ആരാ? നീ തന്നെയല്ലേ? നീ അവന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്ദിനി വീട്ടിലേക്ക് വരുമായിരുന്നോ? നീ അഖിലിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ നന്ദിനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. നേഴ്സായിട്ട് വന്ന് എന്റെ ഭർത്താവിനെ വലയിൽ വീഴ്ത്തി എന്റെ ജീവിതം നശിപ്പിച്ചു. വീണ്ടും വീണ്ടും നീ തെറ്റായി പറയുന്നേ. ഇനിയൊന്ന് തന്നാലേ നീ ചിലപ്പോ ചത്തുപോകും. എന്റെ അനിയത്തി നിന്നെ പോലെയല്ല, അവൾ അഗ്നിയാ. അതെ, ആ അഗ്നിയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അത് നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണെന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ട് നിനക്ക് ഒരു മാറ്റവും ഇല്ല. നിന്റെ തെറ്റ് നീ മനസ്സിലാക്കുന്നില്ലേ? നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? വിദ്യാഭ്യാസം ഉള്ളവളല്ലേ? കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ ജീവിതത്തെ, എന്റെ ഫ്യൂച്ചറിനെ ഇല്ലാതാക്കി. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ തന്നെ നിന്നെ കൊന്നു കളഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവും. ചേച്ചി വേണ്ട, വിട്ടേക്ക്. ഇവളെ കൊന്ന ആ പാപം നമുക്ക് വന്നു ചേരുന്നത്. ഇനി ഒരു വട്ടം കൂടി നീ എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ പാപോന്നൊന്നും ഞാൻ നോക്കില്ല. നിന്നെ കൊന്നു കുഴിച്ചുപൊടി ഞാൻ. കേട്ടില്ലേ കാർത്തിക? ഇത്രയും പാവം വരുന്ന ഭാവനച്ചിക്ക് പോലും ദേഷ്യം വരിക. ഇതോടെ നിന്റെ ജീവിതം മാറിയിരിക്കുക. നിന്റെ ജീവിതം നീ നോക്കിക്കോ. ആ വഴിയിൽ ഞങ്ങളാരും വരില്ല. ഞങ്ങളുടെ വഴിയിൽ നീ വരരുത്. മനസ്സിലായോ നിനക്ക്? ആ വീടും ഞാനുമായിട്ടുള്ള ബന്ധം ഇനിയും തീർന്നിട്ടില്ല. എനിക്ക് കിട്ടേണ്ട ജീവനാംശവും സ്വത്തും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കും? ഇതേപോലെ ഓരോ രീതിയിലും ഞാൻ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്താ നീ ചാവാൻ തയ്യാറായി നിൽക്കാണോ? നിനക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ജയിലിൽ പോയാലും സാരമില്ല, നിങ്ങൾ ഞാനൊന്ന് ജീവനോടെ വിടില്ല. തടയരുത് വസു, ഇന്ന് ഞാൻ അവളെ കൊല്ലും. ഞാൻ പറഞ്ഞത് കേൾക്ക്. വീട് ചേച്ചി വിടാനാ പറഞ്ഞേ. ഇത്രയും നാളും നിന്റെ നല്ലതിന് വേണ്ടി സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ നിന്നെ നോക്കി. നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തു. നിന്നെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തി നോക്കി. നീ അനുസരിച്ചിട്ടുമില്ല, മാറിയിട്ടുമില്ല. നീ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിന്റെ ആദ്യത്തെ ശത്രു ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാനും കഴിയും, നിന്നെ നശിപ്പിക്കാനും കഴിയും. മൈൻഡ് ഇറ്റ്. രണ്ടുപേരും കൂടി ഒന്നിച്ചു നിന്ന് എന്നെ എതിർക്കാൻ നോക്കുവാണോ? നിങ്ങൾ രണ്ടുപേരെയും പിരിച്ച് തമ്മിൽ തമ്മിൽ അടിച്ച് ചാകുന്നത് പോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് കാർത്തികയെന്നല്ല. ഇനി മുതല് എന്റെ ടാർഗറ്റ് നിങ്ങളാ. ദമയന്തി, വസുവും ഭാവന എവിടെ? എവിടെയെന്ന് അറിയില്ല വല്യമ്മേ. പുറത്തേക്ക് എവിടെ പോയെന്ന് തോന്നമ്മേ. അബിയും ഭാസ്കറും ഓഫീസിലേക്ക് പോയി. ഇവരെവിടെ പോയതാ? ഞാൻ പോവാ അമ്മായി. എവിടേക്കാ നന്ദിനി? എന്റെ വീട്ടിലേക്ക് തന്നെ. ഇപ്പോ എന്തിനാ പോകുന്നേ? ഞാൻ എത്ര നാളാ ഇവിടെ നിൽക്കാകില്ലേട്ടാ. ഏട്ടനിപ്പോ എല്ലാം ശരിയായല്ലോ, ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലല്ലോ. ആ, നല്ല തീരുമാനം തന്നെയാ എടുത്തത് നന്ദിനി. അവരവരുടെ വീട്ടിൽ അവരവരിക്കുന്നത് തന്നെയാ നല്ലത്. അപ്പോഴേ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കൂ. മിണ്ടാതിരിക്കും ദമയന്തി.
നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനി. പക്ഷെ നീ പോകാൻ പാടില്ല. എന്നോട് ക്ഷമിക്കൂ അമ്മായി, എനിക്ക് പോയേ പറ്റൂ. നിനക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നന്ദിനി. ഞാൻ തന്നെയാ പ്രശ്നമാക്കില്ലേട്ടാ. ഞാനിവിടെ നിൽക്കാൻ പാടില്ല. അവളായിട്ട് പോകുന്നെന്ന് പറഞ്ഞല്ലേ, അവളെ പോകാൻ അനുവദിക്കേ. ആ നന്ദിനി ഇവിടുന്ന് പുറത്താക്കാനായിട്ട് ദമയന്തിയുടെ ഉത്സാഹം കണ്ടില്ലേ? ഇതാ അവളുടെ പ്ലാന്. പറയുന്ന കേക്ക് നന്ദിനി. പ്ലീസ് അമ്മായി, എന്നോട് മറ്റൊന്നും പറയരുത്. എന്നെ പോവാൻ അല്ല, അനുവദിക്കണം. നന്ദിനി. നന്ദിനി നന്ദിനി വീട്ടിലേക്ക് പോകുന്ന പറയാൻ എടുത്തി. എന്തിനാ നന്ദിനി? വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? നഴ്സിംഗ് ജോലിക്ക് അപ്ലൈ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കണം. ആ ജോലി നിനക്ക് ഇവിടെ നിന്നും ചെയ്യാൻ നന്ദിനി. ശരി, ആ കാര്യം വിട്ടേക്ക്. നീ ഇപ്പൊ ഇവിടുന്ന് പോയാ നിന്നെ പറ്റി പറഞ്ഞതൊക്കെ എല്ലാവരും സത്യമാണെന്ന് വിചാരിക്കില്ലേ? ആ കുറ്റവും ചുമന്നുകൊണ്ട് പോവാണോ നീ ഇവിടുന്ന്? ഞാൻ ഇനിയും ഇവിടെ നിന്നാ എന്റെ മേലുള്ള കുറ്റങ്ങൾ കൂടെയുള്ളൂ. എന്ന് വെച്ചിട്ട് അതൊക്കെ പേടിച്ച് നീ ഇവിടുന്ന് പോകാൻ പോവാണോ? നീ കുറ്റക്കാരി അല്ലാന്ന് തെളിയിക്കണ്ടേ? നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതാ തെറ്റ്. നീ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ഇനി ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല നന്ദിനി. നീ അതിജീവിക്കണം. നീ ഒരു നഴ്സാണെന്ന് മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ മറികടക്കാൻ പഠിക്കണം. നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം വീഴാൻ കാരണം കാർത്തികയാ. അവൾ വരന്റെ വീട്ടുകാരടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. ആ കാർത്തികയ്ക്ക് 2 എണ്ണം കൊടുത്തേ മതിയാവൂ. സ്വയം തെറ്റ് ചെയ്തത് പോരാഞ്ഞ് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. കാർത്തികയുടെ ചെകിട്ടത്ത് പൊട്ടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നതമ്മേ. ഇനി നന്ദിനിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് താക്കീതും കൊടുത്തിട്ടുണ്ട്. അപ്പോ 2 മരുമക്കളോട് ചേർന്ന് കാർത്തികയ്ക്ക് നല്ല പണി കൊടുത്തിട്ടാ വന്നതല്ലേ? ഈ പ്ലാനിൽ എനിക്കും പങ്കുണ്ടെന്നറിഞ്ഞ എന്റെ ചെവിക്കല ചോക്കുന്നാ തോന്നുന്നത്. ഇതിൽ ഞാനെന്തിനാ ഇടപെടുന്നത്? ഞാൻ പോയി എന്റെ മുറിയിൽ മിണ്ടാതിരിക്കാം, അതാ നല്ലത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ആ കാർത്തികയ്ക്ക് തലയ്ക്ക് വെളിവ് വന്നിട്ടില്ല. അവളെ എന്ത് ചെയ്താലും കൂടി പോവില്ല. ഇന്നിപ്പോ കാർത്തിക പറഞ്ഞു, നാളെ ഇനി വേറെ ആരെങ്കിലും പറഞ്ഞാലോ? എത്ര പേരുടെ വാമൂടി കിട്ടും? നന്ദിനിയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ അവരെ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. കാർത്തികയ്ക്കുണ്ടായ അതേ അവസ്ഥ അവർക്കും ഉണ്ടായിന്ന് വരും. എന്തിനാ ഏട്ടത്തി വെറുതെ പ്രശ്നങ്ങളൊക്കെ? ഞാൻ പൊയ്ക്കോളാം. നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തത് ഞാനാണ് നന്ദിനി. ഇവിടുന്ന് പോകേണ്ടി വന്ന അതേ ബഹുമാനം തന്നെ നിനക്കുണ്ടായിരിക്കും. ഒരു കുറ്റം ചുമന്ന് പോകണ്ട. അതേ നന്ദിനി, നിനക്ക് വേണ്ടി നിന്റെ ഏട്ടന്മാര് കല്യാണാലോചന തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നീ പോയാ അവര് ചെയ്യുന്നതിന് അർത്ഥമില്ലാതായി പോവും. ഞാൻ കാരണം അഖിലേട്ടനും കൂടെ അപമാനിക്കപ്പെട്ടിരിക്കുകയല്ലേ? നീ കാരണം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നന്ദിനി. നീ ഞങ്ങൾക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം മാത്രമുള്ളത്. പക്ഷെ എനിക്ക് അഖിലേട്ടനോട് പ്രണയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതെനിക്ക് തുറന്നു പറയാൻ കഴിയില്ല. ചേട്ടനെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. ഭാവനച്ചിയുടെ അനിയത്തി എന്ന നിലയ്ക്കല്ലോ, നിനക്ക് നിന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട് നന്ദിനി. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നീ എവിടെയും പോകണ്ട നന്ദിനി. നിന്നെ സന്തോഷമായി കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കും. നീ ഇവിടെ തന്നെ നിൽക്ക് നന്ദിനി. നീ പോയി കഴിഞ്ഞാ നിന്റെ ചേട്ടന്മാരും വിഷമിക്കും. ഞാൻ പറയുന്ന കേൾക്ക്. ഇവിടെ നിൽക്കുമ്പോൾ അഖിലേട്ടന്റെ കൂടെ ജീവിക്കാൻ തോന്നുക. മറ്റൊരാളെ വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് പോവാൻ എനിക്ക് തോന്നുന്നില്ല. ഇനിയും എന്തിനാ ആലോചിക്കുന്ന നന്ദിനി? നിനക്കങ്ങനെ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഏട്ടന്മാര് വന്നതിന് ശേഷം നീ തീരുമാനിക്ക്. ഏട്ടനെ അവനെ ഉറപ്പായിട്ടും പോകാൻ സമ്മതിക്കില്ല. ഏട്ടന്റെ വാക്കും കൂടെ ഞാൻ ഇപ്പൊ നിന്നോട് പറയുന്നത്. നീ ഇപ്പൊ എങ്ങോട്ടും പോവരുത്. ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്ക്. ഞാൻ കൂടെയുണ്ട്. എന്റെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെയാ. എന്റെ ചിന്തയിൽ നിങ്ങൾ മാത്രമാ. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും.
നല്ല തീരുമാനം നീ എടുത്തിരിക്കുന്നേ. ഭാവനെ അവളെ അകത്തേക്ക് കൊണ്ടുപോ. ശരി അമ്മേ. നന്ദിനി വാ. നന്ദിനി ഭയങ്കര സെൻസിറ്റീവായി എടുത്തി. ചെറിയ വിഷമങ്ങൾ പോലും സഹിക്കാൻ പറ്റില്ല. നല്ല പയ്യനെ കിട്ടിയാൽ മതി, പാവം. നല്ലൊരാളെ നമുക്ക് നോക്കാം. അവളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം. അവൾ എങ്ങനെയെങ്കിലും പുറത്തു പോകുന്ന വിചാരിച്ചത്, ഇവരാണെങ്കിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അവൾ അഖിലിനോട് പ്രണയം തുറന്നു പറഞ്ഞ് ഈ വീട്ടിന്റെ മരുമകളായി വരുമോ എന്തോ. കാർത്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ വസു? അവളൊട്ടും മാറിയിട്ടില്ലമ്മേ, അതേപോലെ തന്നെ സംസാരിക്കുന്നു. അവള് ചത്താലും മാറാൻ പോകുന്നില്ല എടുത്തി. അവള് പ്രഗ്നന്റ് അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ജയിലിൽ പിടിച്ചാക്കായിരുന്നു. ഇവരൊക്കെ രാത്രി ഉറക്കൊഴിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഉണ്ണി, ഉണ്ണി, ഉണ്ണി. എന്താ ഏട്ടാ? എനിക്ക് നിന്റെ ആൻസർ പേപ്പർ ഒന്ന് കാണിച്ചു തരൂ. കാണിച്ചു തരില്ല. മിസ്, മിസ്, അഡീഷണൽ പേപ്പർ. ഇതാ. മിസ്, അഡീഷണൽ. എന്താ ഇത്ര നേരം ഉണ്ടായിരുന്ന ആള് ഇപ്പൊ നിർത്താതെ അഡീഷണൽ പേപ്പർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇപ്പോഴാണ് എനിക്ക് വല്ല ഓർമ്മ വന്നത് മിസ്. അത്രയ്ക്ക് നന്നായിട്ട് പഠിച്ചോണ്ട് വന്നോ? എല്ലാം ഗൈഡിന്റെ മാഹാത്മ്യമാണ് മിസ്. എന്താ ഗൈഡോ? ഗൈഡല്ല മിസ്, ഗോഡ്, ദൈവം. ഓ ശരി, എഴുത്. ഇതെന്തേ കാണിക്കുന്നു ചേട്ടാ? നീ നിന്റെ ജോലി നോക്കടാ. മിസ് എങ്ങാനും കണ്ട ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. അതൊന്നും ഉണ്ടാവില്ല. ഏയ്, അവിടെ എന്താ നടക്കുന്നേ? ഒന്നുമില്ല മിസ്. മിസ്, ഈ ഉണ്ണി ബിറ്റ് നോക്കി എഴുതിക്കൊണ്ടിരിക്കുക. ഏ,
ഉണ്ണി ഗെറ്റ് അപ്പ്. വാട്ട് ഈസ് ദിസ്? നീ നല്ല കുട്ടിയെന്നാ വിചാരിച്ചത്. ബിറ്റ് നോക്കി എഴുതുന്നോ? ഈ ബിറ്റ് എന്റേതല്ല മിസ്. പിന്നെ ഇത് ആരുടേതാ? എനിക്കറിയില്ല മിസ്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഈ ബിറ്റ് നോക്കി നീ എഴുതിയില്ലേ? മിസ്, പക്ഷെ ആ ബിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേ ഇല്ലല്ലോ മിസ്. ഈ ബിറ്റ് ആര് കൊണ്ടുവന്നെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോളണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. അയ്യോ മിസ് എങ്ങാനും കണ്ടുപിടിച്ചാ ഞാൻ കുടുങ്ങുമല്ലോ. സത്യം പറഞ്ഞു, ആരാ കൊണ്ടുവന്നത്? എന്താടാ പെട്ടെന്ന് എങ്ങനെയാ നിനക്ക് ഇക്കിള് വന്നത്? നീ എന്താ ചെയ്തേ? ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു മിസ്. ഞാൻ പൊക്കോട്ടെ? എന്താ? എല്ലാവരും എഴുതി തുടങ്ങിയതിന് ശേഷമാണല്ലോ നീ തുടങ്ങിയത്. എന്നിട്ട് നീ ആദ്യം എഴുതി തീർത്തോ? വളരെ ഈസി ആയിരുന്നു മിസ്. ഉണ്ണി ഇരിക്കവിടെ. എല്ലാവരും പെട്ടെന്ന് എഴുതിക്കേ. ചേട്ടാ, ബിറ്റ് നോക്കി എഴുതുന്നത് തെറ്റല്ലേ ചേട്ടാ? പോരാഞ്ഞിട്ട് ചേട്ടന്റെ ബിറ്റ് പേപ്പർ എന്റെ നേരെ എറിഞ്ഞു. എന്നിട്ട് മിസ്സിനോട് പറഞ്ഞ് ഞാൻ കോപ്പി അടിച്ചെന്നല്ലേ? പിന്നല്ലാതെ ഇന്നലെ നീ എന്നെ അടിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞ് എന്നെ പുറത്താക്കും ചേട്ടാ. ഓടാ പേടിത്തൂറി. ഇതിനൊക്കെ നീ പേടിച്ചാ മതി, എനിക്കൊരു പേടിയുമില്ല. എന്റെ അമ്മോ, ഈ എക്സാം എന്തായാലും പാസ്സാകും. ബാക്കിയുള്ള എക്സാം ഒക്കെ ഇതുപോലെ ബിറ്റ് വെച്ച് കോപ്പി അടിക്കണം, ഇല്ലെങ്കിൽ അമ്മ അടിക്കും. ചേട്ടന്റെ എക്സാം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് എഴുതിയോ? നന്നായിട്ട് എഴുതി ചേട്ടാ. ഞാൻ ഉറപ്പായിട്ടും ക്ലാസ് ഫസ്റ്റ് ആവും ചേട്ടാ. ഞാൻ ഉറപ്പായിട്ടും സ്കൂൾ ഫസ്റ്റ് ആയിരിക്കും. ചേട്ടാ, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? എനിക്ക് ചോക്ലേറ്റ്സ് വേണം ഏട്ടാ. ഓക്കെ, എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിത്തരാം. താങ്ക്സ് ചേട്ടാ. നല്ല ചേട്ടാ, നമുക്ക് പോവാം. ഇതേപോലെ ഓരോ രീതിയിലും ഞാൻ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വസുന്ധര, എന്താ താനിങ്ങനെ ആലോചിക്കുന്നത്? നന്ദിനിയുടെ കല്യാണത്തെ കുറിച്ചാണോ? അതെ ഏട്ടാ, കാർത്തികയുടെ പേരും പറഞ്ഞ് നന്ദിനിക്ക് ഒരുപാട് കുറ്റങ്ങൾ വന്നോണ്ടിരിക്കുക. ആ പഴി ശരിയല്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഈ കല്യാണ ആലോചന നടന്നില്ലെങ്കിൽ എന്താ, അവൾക്ക് മറ്റൊരു ആലോചന വരും. ആ കാർത്തികൻ നമ്മളോട് പ്രതികാരം ചെയ്യാനിരിക്കുക. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടാതിരിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുക. കാർത്തിയെ കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവളെപ്പറ്റി നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ഓക്കെ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അയ്യോ, ആ ഡോറിന്റെ ബോൾട്ട് പൊട്ടിപ്പോയിരിക്കുക ഏട്ടാ. അതുകൊണ്ട് അത് സ്റ്റക്കായിട്ടിരിക്കുന്നത്. സാരമില്ല, സ്റ്റോർ റൂമിൽ സ്ക്രൂ ഡ്രൈവർ ഇരിപ്പുണ്ട്, അതുകൊണ്ടൊന്ന് ശരിയാക്കാവുന്നേ ഉള്ളൂ. ഏട്ടനെ അവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്ത് സൂട്ട് കേസാ അത്? ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ.
ഇത് റേഷൻ കാർഡാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു? ഏട്ടാ, ഈ റേഷൻ കാർഡ് ഒന്ന് നോക്കിക്കേ. ഇതെവിടുന്നാ കിട്ടിയ? സ്റ്റോർ റൂമിൽ നിന്ന് പഴയ പെട്ടിക്കകത്തുണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ 3 പേരുമല്ലേ മക്കളായിട്ടുള്ളൂ. ഈ കുട്ടി ആരാ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏട്ടാ. താഴെ പേര് എഴുതിയിട്ടുണ്ട്, അത് നോക്കിക്കേ. റാം മോഹൻ 35 വയസ്സ്, ജയന്തി 30 വയസ്സ്, ഭാസ്കർ 7 വയസ്സ്, അഭിരാം 5 വയസ്സ്, ദമയന്തി 3 വയസ്സ്. അഖിൽ 1 വയസ്സ്. എന്താ ഇത്? ദമയന്തി ചെറിയമ്മയുടെ മകളല്ലേ? പിന്നെ ഈ റേഷൻ കാർഡില് അവളുടെ പേരെങ്ങനെ വന്നേ? അപ്പോ ദമയന്തി ഏട്ടന്റെ സ്വന്തം അനിയത്തിയാണോ? ഏട്ടന്റെ ചെറിയമ്മയാണോ വളർത്തിയത്?